ഹലോ എവ്രിവൺ, എല്ലാവർക്കും നീൽസ് അക്കാദമിയുടെ ഒരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. CUET UG കെമിസ്ട്രിയിലെ +2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്നൊരു ന്യൂ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. C ഡബിൾ ബോണ്ട് O. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്നാണ് അറിയേണ്ടത്. അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, കാർബണിന്റെ വാലൻസി എത്രയാണെന്നുള്ളത്. കാർബണിന്റെ വാലൻസി എത്രയാ? യെസ്, 4 എല്ലാവർക്കും അറിയുന്നതാണ്. കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. നോക്കൂ, ഇവിടെ C ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞപ്പോൾ അവിടെ എത്ര ബോണ്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര വാലൻസി ആണ് സാറ്റിസ്ഫൈ ആയിട്ടുള്ളത്? അതെ, 2 വാലൻസി അല്ലെ. ബാക്കി ഒരു 2 കൂടെ ഉണ്ട് ബാലൻസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതാ, ഈ 2 ബോണ്ടും കൂടെ ഇട്ടുകൊടുക്കും. അങ്ങനെ ഈ 2 ബോണ്ടും കൂടെ വിടും. ഇപ്പോഴാണ് ഈ കാർബണിന്റെ ബാലൻസ് എന്തായി? സാറ്റിസ്ഫൈ ആയത്. ഇതുവരെ ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്തായിരുന്നു? C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിനകത്ത് കാർബണിനെ പറഞ്ഞു, കാർബണിന്റെ വാലൻസി പറഞ്ഞു, C എഴുതി, ഡബിൾ ബോണ്ട് O എഴുതി, ഈ 2 ബോണ്ടും കൂടെ നമ്മൾ എഴുതി. ഓക്കെ, അപ്പോ ഈ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ പറയുന്നതാണ്, അതായത് ഈ ഒരു C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സിനെ പറയുന്നതാണ് കാർബോണിൽ എന്ന് പറയുന്നത് കേട്ടോ. കാർബോണിൽ ഗ്രൂപ്പ്, കാർബോണിൽ ഗ്രൂപ്പ്. ഓക്കെ, C ഡബിൾ ബോണ്ട് O ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കാർബോണിൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ 2 ബോണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 2 ബോണ്ടില് എന്ത് വരും? ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതും അതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന ആൾക്കാർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പിനനുസരിച്ച് നമ്മൾ അതിനെ വിളിക്കുന്ന പേരിൽ എന്ത് വരും? ചേഞ്ചസ് വരും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കിക്കോളൂ, C ഡബിൾ ബോണ്ട് O. ഓക്കെ, ഈ 2 ബോണ്ട് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ബോണ്ടിൽ ഞാൻ H എന്ന് കൊടുത്തു. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ബോണ്ടിൽ ഞാൻ CH3 എന്ന് കൊടുത്തു. മനസ്സിലായോ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറി? ഇതിന്റെ പേര് ആൽഡിഹൈഡ് എന്നായിട്ട് മാറി. നമുക്കറിയാം ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO എന്നുള്ളതാണ്. ഇതല്ലേ നോക്ക്, CHO അല്ലേ ഇത് കിടക്കുന്നത് അല്ലേ? സോ ഇത് നമുക്ക് ആൽഡിഹൈഡ് എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പൊ ഓരോന്നില് ഓരോ പോലെയായിരിക്കും ഉണ്ടാവുക, അതിനനുസരിച്ച് ഇവിടെ പേര് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആൽഡിഹൈഡ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് R ആണ് കേട്ടോ. RCHO. R മീൻസ് ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, അത് ഏതും ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. CHO കണ്ടുവോ? അപ്പൊ ഇതാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഇനി അതേസമയം ബാക്കി 2 വാലൻസീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാക്കി 2 ബോണ്ട് R ഗ്രൂപ്പ് തന്നെയാണ്, അതായത് ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കീറ്റോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത നോക്കൂ, ഒന്ന് ആറും ഒന്ന് R' ആണ് അല്ലെ. അതെന്തുകൊണ്ടാ അങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? അതായത് ഈ R വന്നത് തന്നെ ഇവിടെ വരണം എന്നില്ല, ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, വന്നാലും വിരോധമില്ല കേട്ടോ. അതായത് ഈ ഒരു R പകരം ഞാൻ CH3 കൊടുത്തു, ഇവിടെയും CH3 തന്നെ വരണം എന്ന് നിർബന്ധം ഇല്ല എന്നാ പറയുന്നത്. വേണമെങ്കിൽ വരാം, ഒരു നിർബന്ധമില്ല, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ വരാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിനെ നമ്മൾ കീറ്റോൺ എന്ന് വിളിച്ചു. നെക്സ്റ്റ്, ഒരു ബോണ്ടില് ആറും അടുത്ത ബോണ്ടിൽ OH വരികയാണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? യെസ്, കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കും. അടുത്തത് ഒരു ബോണ്ടില് ആറും അടുത്ത ബോണ്ടിൽ OR വന്നു കഴിഞ്ഞാല് നമ്മൾ അതിനെ എസ്റ്റർ എന്ന് വിളിക്കുന്നു. അതുപോലെ ഒരു ബോണ്ടില് ആറും അടുത്ത ബോണ്ടില് NH2 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അമൈഡ് എന്ന് വിളിക്കും. നെക്സ്റ്റ്, ഒരു ബോണ്ടില് ആറും അടുത്ത ബോണ്ടില് എക്സും വന്നു കഴിഞ്ഞാൽ, എക്സ് മീൻസ് എന്താണ്? യെസ്, നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണ്, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ എപ്പോഴും എക്സ് ആണ് ഉപയോഗിച്ചിരുന്നത്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ഇൻ ദ ഹാലജൻ. ഓക്കെ, സോ ഒരു ബോണ്ടിൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അസൈൽ ഹാലൈഡ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഒരു ബോണ്ടിൽ ഇത് വന്ന 2 ഉണ്ട്, 2 C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്, കാർബണൽ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ.
അപ്പൊ അതിനകത്ത് അത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു ഓക്സിജൻ ബ്രിഡ്ജ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ ഒരു ആറും ഇവിടെ ഒരു ആർ ഡാഷും വന്നാൽ അത് ആസിഡ് അൺഹൈഡ്രൈഡ് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സി ഡബിൾ ബോണ്ട് ഓയില് രണ്ട് ബോണ്ടും കൂടെ ഉണ്ട്. അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അതിനനുസരിച്ച് അവരുടെ എന്ത് മാറും? യെസ്, നെയിം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത്ര മനസ്സിലായി എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ആൽഡിഹൈഡ്, ഒന്ന് കീറ്റോൺ, ഒന്ന് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ആൾക്കാരെ കുറിച്ച് നമുക്ക് ഫെർദർ ആയിട്ട് അതിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, അങ്ങനെയുള്ള റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നൊമൻക്ലേച്ചറിലേക്കാണ് പോകുന്നത്. നൊമൻക്ലേച്ചർ, ഇപ്പൊ നൊമൻക്ലേച്ചർ മീൻസ് നെയിമിങ് അല്ലെ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ആളാരാ? യെസ്, ആൽഡിഹൈഡാ. അപ്പൊ ആൽഡിഹൈഡിന്റെ പേര് നോക്കാം. നമുക്ക് അറിയാന്ന് വിചാരിക്കും, നമ്മള് നെയിമിംഗ് ഒക്കെ കുഞ്ഞുനാൾ മീൻസ് 10th തൊട്ട് പഠിക്കുന്നതാണ് ഏകദേശം അല്ലെ. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് യൂസ്ഡ് എന്താ CHO ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്, അതായത് നെയിമിന്റെ കൂടെ ഉപയോഗിക്കുന്ന രണ്ട് ലെറ്റർ എന്ന് പറയുന്നത് AL ആണ്. അറിയാലോ, AL അല്ലെ. ആൾ എന്നൊരു സംഭവം, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇനി നോക്കാം. നോക്കൂ, HCHO ആണ്. അതിന്റെ കോമൺ നെയിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കേട്ടിട്ടുണ്ടല്ലോ ഫോർമാൽഡിഹൈഡ് അല്ലേ? അത് എവിടെയാ കേട്ടിട്ടുള്ളത്? ഇനി ഐഡിയ? ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് എവിടെയാ കേട്ടിട്ടുള്ളത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യെസ്, അതായത് നമ്മള് ലാബുകളിൽ, നിങ്ങൾ ലാബിൽ ബയോളജി ലാബിലെല്ലാം പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് നമുക്കിങ്ങനെ ചില്ലുകുപ്പിയില് ഓരോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ. ഉം. അതായത് ഇപ്പോ അനിമൽസ് അല്ലെ, അതുപോലെ വേംസ്, അതുപോലെ നമ്മുടെ ബ്രെയിന്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചില്ലുകുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് വെള്ളമാണോ? അത് വെള്ളത്തിലാണോ ഇട്ട് വെച്ചിരിക്കുന്നത്? അല്ല, വെള്ളത്തിലാണെങ്കിൽ അത് എന്തായിട്ടുണ്ടാവും? അഴുകി ചീഞ്ഞിട്ടുണ്ടാവൂലേ? ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അല്ല, അവരിട്ട് വെച്ചിരിക്കുന്നത് അത് ഫോമാൽഡിഹൈഡിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഡെഡ് ബോഡി അളിയാതിരിക്കാൻ ഒക്കെ നമ്മൾ ഫോമാൽഡിഹൈഡിൽ, നിങ്ങൾ ഫിലിംസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഡോക്ടേഴ്സ് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഫോറൻസിക് ബന്ധപ്പെട്ടതെല്ലാം നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും. ഫോമാൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീയാതിരിക്കാൻ വേണ്ടിയിട്ട്, അളിഞ്ഞ് നാശാവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് കേട്ടോ. ഇതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് HCHO ആയതുകൊണ്ട് ഒരു CA ഉള്ളൂ, സോ മെത്താണ്. നമ്മുടെ ആൽഡിഹൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ AL അവിടെ ആഡ് ചെയ്യണം. സോ അപ്പൊ അവിടെ എന്ത് വന്നു? മെത്തനാൾ. ഓക്കെ, മെത്തനാൾ. അടുത്ത് നോക്ക്, എത്ര കാർബൺ ഉണ്ട് അതിനകത്ത്? രണ്ടാമത്തേതില് രണ്ടെണ്ണം. യെസ്, അപ്പൊ എന്തുപോലെ നമ്മളങ്ങനെ എത്തനാൾ. ഓക്കെ, കോമൺ നെയിമാണ് അസറ്റാൽഡിഹൈഡ്. അതായത് CH3 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അസറ്റ് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് കേട്ടാ. അസറ്റിക് ആസിഡ്, അസറ്റാൽഡിഹൈഡ്, അങ്ങനെ അസറ്റോണ്, അങ്ങനെയാണ് വിളിക്കുക. അടുത്ത് നമുക്ക് എത്ര C ഉണ്ട്? പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു CH3 തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ആ രണ്ട് ഗ്രൂപ്പ് CHലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇത് സെക്കൻഡറി ആണ് വരുന്നത്, സെക്കൻഡറി. ഓക്കെ, സെക്കൻഡറി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിനെ ഐസോ എന്നാണ് വിളിക്കുന്നത്. നമ്മളത് കഴിഞ്ഞ നൊമൻക്ലേച്ചറിലും പഠിച്ചതാണ്, ഐസോ ബ്യൂട്രാൽഡിഹൈഡ് കേട്ടോ. അടുത്ത നോക്കൂ, ആൽഫ മെത്തിയോക്സി പ്രൊപ്പിനോ ആൽഡിഹൈഡ്, 2-മെത്തോക്സി പ്രൊപ്പനോള് അങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ, 2-മെത്തോക്സി പ്രൊപ്പനോള്. അടുത്ത നോക്കൂ, പെൻജനാൾ. എളുപ്പമല്ലേ, 5 എണ്ണം. അതിന്റെ കോമൺ നെയിംസ് ആണ് വാലറാൾഡിഹൈഡ്. നെക്സ്റ്റ് എക്രോലിൻ. അത് ഈ എക്രോലിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പോളിമറിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ, എക്രോലിൻ. പ്രൊപ്പറ്റൂലിനാള്. നെക്സ്റ്റ് ബെൻസീൻ 1,2 ഡൈ കാർബാൾഡിഹൈഡ് കേട്ടോ. ഇതിന്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ജസ്റ്റ്. ലാസ്റ്റ് വൺ 3-ബ്രോമോ ബെൻസാൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ആൽഡിഹൈഡിനെ കുറിച്ച് നെയിമിങ് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് കീറ്റോൺസിന്റെ ആണ്. കീറ്റോണിൽ എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ? യെസ്, ഇറ്റ് ഈസ് ONE.
കേട്ടോ. ONE ഓൺ ആണ് അതിനകത്ത് വരിക. ONE ഓൺ. അപ്പൊ നമ്മൾ ആ ഫസ്റ്റില് ഒന്ന് നോക്കിക്കേ എന്താ വരുന്നത്. CH3CO CH3 ആ. അപ്പൊ ഇവിടെ എന്ത് വരും? ഞാൻ പറഞ്ഞു CH3 വന്നാൽ അതിനെ അസെറ്റ് എന്ന് പറഞ്ഞ് പറയാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. സോ അസെറ്റോൺ എന്നാണ് കോമൺ നെയിം വരിക. യൂപാക് നെയിം ആണെങ്കിൽ പ്രൊപ്പനോൺ. കേട്ടോ, 3 C ഉണ്ടല്ലോ. നിങ്ങൾ ചിലവർക്ക് ഡൗട്ട് വരും, ഇതിപ്പോ CO എന്ന് പറയുന്നത് കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ അതില് കാർബണിനെ നമ്മൾ കൂട്ടണോ എന്നുള്ളൊരു ഡൗട്ട് വരും. അങ്ങനെ വരരുത്, ആ കാർബണും കൂട്ടണം. നമ്പർ ഓഫ് കാർബൺസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനകത്ത് നെയിം ചെയ്യാൻ. കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ബ്യൂട്ടനോൺ, ഈഥൈൽ മീഥൈൽ കീറ്റോൺ. അപ്പൊ ഈഥൈൽ മീഥൈൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കീറ്റോണിന്റെ 2 സൈഡ് നോക്കൂ. ഒന്ന് ഈഥൈൽ ഗ്രൂപ്പും ഒന്ന് മീഥൈൽ ഗ്രൂപ്പും ആണ് അല്ലെ. ഇനി നമ്മൾ എന്താ വെച്ചാൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എഴുതുക. അല്ലേ, കഴിഞ്ഞിട്ടല്ലേ എം വരുന്നത്. അതുകൊണ്ട് ഈഥൈൽ, പിന്നെ മീഥൈൽ, കീറ്റോൺ. നെക്സ്റ്റ് നോക്കൂ, പെൻഡാൻ 2 ഓൺ. കണ്ടോ, പെൻഡാൻ 2 ഓൺ. നെക്സ്റ്റ് പെൻഡാൻ 3 ഓൺ. നെക്സ്റ്റ് 2,4-dimethyl pentan 3 ഓൺ. അപ്പൊ നിങ്ങൾ വരച്ച് നെയിം കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് 4-methyl pent 3-ene2 ഓൺ. ഓക്കെ, നെക്സ്റ്റ് methyl cyclohexanone. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നെയിം ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിലേക്ക് കടക്കുന്നത് പ്രിപ്പറേഷൻ. ഓക്കെ, പ്രിപ്പറേഷനിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. സോ നമ്മൾ പ്രിപ്പറേഷൻ പറയുന്ന സമയത്ത് 2 രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻ പറയുന്നത്. ഓക്കെ, അതായത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണിന്റെ പ്രിപ്പറേഷൻ. അതായത് ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആൽഡിഹൈഡും പ്രിപ്പയർ ചെയ്യാൻ പറ്റും, കീറ്റോണും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ആൽഡിഹൈഡ് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് കീറ്റോൺ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ കീറ്റോൺ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ സെഷൻ വൈസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സെഷൻ ഏതാ? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. അതായത് ആൽഡിഹൈഡ് കീറ്റോണും നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ റിയാക്ഷനിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ്. ആൽക്കഹോളിന്റെ ഓക്സിഡേഷൻ എന്നുള്ളതാണ്. മനസ്സിലായോ? ആൽക്കഹോളിന്റെ ഓക്സിഡേഷൻ. അപ്പൊ ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു നോക്കുക. നമുക്ക് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് വേണം അല്ലെ, തനി അങ്ങ് നടക്കില്ല. അവിടെ എന്ത് വേണം? റിയേജന്റ് വേണം. സോ ഓക്സിഡൈസിങ് ഏജന്റ് സച്ച് ആസ് CrO3, ക്രോമിയം ഓക്സൈഡ്. CrO3 ആണ് നമ്മളിവിടെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഈ റിയാക്ഷൻസിൽ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നോക്കൂ എന്താ സംഭവിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ബിക്കോസ് ഈ ആൽക്കഹോളിനും എന്ത് ഡിഫറൻസ് ഉള്ളത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്ത് ഡിഫറൻസ് ഉള്ളത് ഈ രണ്ടുപേർക്കും കാണാൻ കഴിയുന്നുണ്ടോ? ഒന്ന് പ്രൈമറിയും ഒന്ന് സെക്കൻഡറിയും. ഓക്കെ, ഒന്ന് പ്രൈമറിയും ഒന്ന് സെക്കൻഡറിയാ. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് കാർബണിന്റെ എണ്ണം നോക്കിയിട്ട് നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ളതെല്ലാം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. പക്ഷെ അതിനും കുറച്ചുകൂടെ എളുപ്പത്തിന് നമുക്ക് ഹൈഡ്രജന്റെ എണ്ണം നോക്കിയാൽ മതി. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ, അയാളെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അവരുടെ കയ്യിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കുക. പ്രൈമറിയുടെ കേസ് ആണെങ്കിൽ അവിടെ നോക്കൂ 3 അല്ലെങ്കിൽ 2 ഉണ്ടാവും ഹൈഡ്രജന്റെ നമ്പർ. സെക്കൻഡറി ആണെങ്കിൽ 1 ഹൈഡ്രജനും, ടേഴ്ഷ്യറി ആണെങ്കിൽ ഹൈഡ്രജൻ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേഴ്ഷ്യറി ആണോ. സോ നിങ്ങൾ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം നോക്കൂ, ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആരാ? ഒരു ആൽഡിഹൈഡാ. രണ്ടാമത് ഉണ്ടായിട്ടുള്ളത് ആരാ? കീറ്റോണാ. കീറ്റോൺ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട. R2CO എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? RCO RCOR ഇങ്ങനെയാ വരിക കേട്ടോ. അതാണ് ഈ R2, 2 R കൊണ്ട് ഉദ്ദേശിച്ചത്. R2CO പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കീറ്റോൺ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, RCOR. ഇത് കീറ്റോൺ അല്ലേ? കീറ്റോൺ. അപ്പൊ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈമറി ആൽക്കഹോള് ഓക്സിഡേഷൻ
നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആൽഡിഹൈഡ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. അതേസമയം സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓ എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓ അല്ലെങ്കിൽ ഈ റിയേജന്റും കൂടെ അറിഞ്ഞിരിക്കണം, CrO3. സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏതാ? യെസ്, കീറ്റോൺ. ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡും, സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീറ്റോണുമാണ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ്. ഓക്കെ, അതായത് എന്താ ഡീഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാദ്യം അറിഞ്ഞിരിക്കണം. ഡീഹൈഡ്രജനേഷൻ എന്താ? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡി എന്ന് പറഞ്ഞാലേ നമ്മൾ ഡി എന്ന് വിളിക്കുന്ന ഡി അല്ല, എലിമിനേഷൻ എന്ന് അതിന്റെ അർത്ഥം കേട്ടോ. എലിമിനേഷൻ. ഇനി ഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്യുന്നു, അതാണ് ഡീഹൈഡ്രജനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹൈഡ്രജൻ എന്ത് ചെയ്യണു? എലിമിനേറ്റ് ചെയ്യണു. അപ്പൊ H2നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ആരാ? കോപ്പർ അല്ലെങ്കിൽ സിൽവർ ആയിരിക്കും. അപ്പൊ കോപ്പർ സിൽവറിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ആണ് ചെയ്യുന്നത്. ഹീറ്റ് 573 കെൽവിനിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, അതേപോലെ ശ്രദ്ധിക്കുമെന്ന്. എന്താ സംഭവിക്കുന്നത്? എന്താ? RCH2OH RCH2OH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈമറി. യെസ്, പഠിച്ചു. പ്രൈമറി അല്ലേ? അതെ, പ്രൈമറി ആൽക്കഹോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് നമ്മളിപ്പോ പറഞ്ഞ പോലെ കോപ്പർ 573 കെൽവിനിൽ ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് എന്ത്? ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതേസമയം സെക്കൻഡറി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കീറ്റോൺ. നമ്മൾ ഓക്സിഡേഷനിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്, പക്ഷെ റിയേജന്റ് വ്യത്യാസമുണ്ട്. സോ അതുകൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാലും അതേ സമയത്ത് ഈ കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ അല്ലെങ്കിൽ സിൽവർ കാറ്റലിസ്റ്റ് അറ്റ് 573 കെൽവിനിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടുന്നത്? പ്രൈമറി ആണെങ്കിൽ ആൽഡിഹൈഡും സെക്കൻഡറി ആണെങ്കിൽ കീറ്റോണും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓർത്ത് വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. അടുത്തതാണ് ഓസോണലിസിസ് എന്ന് പറയുന്നത്. ഓസോണലിസിസ് ഓഫ് ആൽക്കീൻസ് കേട്ടോ. ഓസോണലിസിസ് ഓഫ് ആൽക്കീൻസ് ഇതൊരു അടിപൊളി റിയാക്ഷൻ ആണ്. നമുക്ക് എഴുതി പഠിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് കേട്ടോ. ഇതെങ്ങനെയാന്ന് നോക്കിയാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. നമുക്ക് ഇവിടെ വീടൊക്കെ കാണുന്നുണ്ട് അല്ലേ? വീടെല്ലാം വരച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായി വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് അറിയുന്നത് ഓസോൺ. ഓസോണിനെ കുറിച്ച് അറിയാമല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓസോൺ പഠിച്ചിട്ടുണ്ട്. ആ ഓസോൺ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓസോണിന്റെ ഫോർമുല അറിയാവോ? യെസ്, അതായത് നമ്മൾ ഓക്സിജൻ മോളിക്യൂളിൽ ഒരു ഓക്സിജൻ കൂടുതൽ, സോ O3 ആണ് ഓസോണിന്റെ യെസ് ഫോർമുല എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ എടുക്കുന്നത് ആൽക്കീൻ ആണ്. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളാണ് ആൽക്കീൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൽക്കീൻസ് എടുത്ത് നമ്മൾ അതിൽ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കൂ. ഇതാണ് നമ്മുടെ ആൽക്കീൻ. അത് നമ്മൾ ഓസോൺ ചേർത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ ബോണ്ട് ഉള്ള 2 കാർബൺ നമ്മൾ എടുക്കുക. ഓക്കെ, ഇതിലുള്ള ഡബിൾ ബോണ്ട് ഒന്ന് ഇതും ഒന്ന് ഇതുമാണ് അല്ലെ? സോ ആ 2 കാർബണിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ 2 കാർബൺ ലെവലിൽ നിന്ന് നമ്മൾ എന്ത് മാറ്റുക? അവിടുത്തെ ബോണ്ടിന് നമ്മൾ ഇറേസ് ചെയ്ത് കളയുക. ചുമ്മാ ഇറേസ് ചെയ്ത് കളയുക. അതിനുശേഷം O3യിൽ 3 ഓക്സിജൻ ഉണ്ട്. ആ 3 ഓക്സിജനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു വീട് വരയ്ക്കുന്ന പോലെ നമ്മൾ വരച്ചു കൊടുക്കുക. 3 O കാണാനുണ്ടല്ലോ നിങ്ങൾക്ക്. കണ്ടോ? 3 O കാണാനില്ലേ? ഒരു 3 O ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പൊ എന്താണ് ഇപ്പോ ഈ വീട് വരച്ചതിന്റെ ചെയ്തതെന്ന് മനസ്സിലായോ? പ്രൊപ്പീൻ ഓസോണൈഡ് എന്നാണ് ഇതിനെ പറയുക. നമ്മൾ ഓസോണൈഡ് ആണ് കേട്ടത്, ഓസോണൈഡ്. നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ മുറിച്ച് കളയുക. കുറച്ച് ബോണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യും? മുറിച്ച് കളയാനായിട്ട് നോക്കും. അതെങ്ങനെയാ മുറിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന രീതിയിൽ മാത്രമേ മുറിച്ച് കളയാനായിട്ട് പറ്റുള്ളൂ. തോന്നിയ മൂലം മുറിച്ച് കളയാൻ പറ്റില്ല. നോക്കിക്കോളൂ. ഇങ്ങനെ 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 3 പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 3 പൊസിഷൻ കിട്ടിയില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ നമ്മൾ മുറിച്ചു കളഞ്ഞു. ഈ മുറിച്ചു കളഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ആ ഫ്രാഗ്മെന്റ്സ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് എഴുതുകയാണ് ചെയ്യുക കേട്ടോ. അതെങ്ങനെയാ നോക്കൂ. CH3CHO ഇതാണ് ഒരു ഫ്രാഗ്മെന്റ് അല്ലേ. അടുത്ത ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് ഇയാണ്. ഓക്കെ അല്ലേ, മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ നോക്കിയേ, CH3CHO അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, എത്തനാൾ അല്ലേ. അങ്ങനെയല്ലേ ഇതിന്റെ പേര് വിളിക്കുക, എത്തനാൾ എന്നല്ലേ പേര് വിളിക്കുക. 2 കാർബൺ ഉണ്ട്. അടുത്ത നോക്കൂ, CH2O ആ. മനസ്സിലായോ? ആ CH2O നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, അതെങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത്? യെസ്, HCHO അങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. മനസ്സിലായോ? HCHO. എന്താ ഈ HCHO എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെത്തനാൾ അല്ലെ. ഈ മെത്തനാളിന്റെ കോമൺ നെയിം എന്ന് പറഞ്ഞേ, ഇത്തിരി അപ്പോഴേ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ കോമൺ നെയിമില്. ഏതാ വരിക മെത്തനാളിന്റെ കോമൺ നെയിം? യെസ്, ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോ മെത്തനാളും എത്തനാളും, മനസ്സിലായോ? 2 എന്ത് കിട്ടിയിട്ടുണ്ട്? ആൽഡിഹൈഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ആൽക്കീൻ എടുത്തു കഴിഞ്ഞാൽ ഓസോളിസിസ് ചെയ്യുന്ന നേരത്ത് വി ഗെറ്റ് എന്ത്? യെസ്, 2 ആൽഡിഹൈഡ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. 2 ആൽഡിഹൈഡാണ് നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഓസോളിസിസ് അടിപൊളിയല്ലേ അല്ലേ. നമുക്ക് വീടൊക്കെ വരച്ച് ജസ്റ്റ് ഒന്ന് മുറിച്ചു കളഞ്ഞ് വീട് വരച്ചു, അതിന്റെ കൊമ്പെല്ലാം മുറിച്ചു കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ചേർത്ത് എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. അതാണ് ഓസോണലിസിസ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ് ആണ്. ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ് എന്താണ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ H2O ആഡ് ചെയ്യാം കേട്ടോ. H2O എന്തേ ചെയ്യുന്നത്? ആഡ് ചെയ്യാം. ഇനി ആരുടെ പ്രസൻസിൽ അവിടെ ആഡ് ചെയ്യണ? H2SO4 കേട്ടോ. H2SO4ഉം അതുപോലെ തന്നെ HgSO4. Hg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? യെസ്, മെർക്കുറി ആട്ടോ. അത് മെർക്കുറി സൾഫൈറ്റ്. മെർക്കുറി സൾഫൈറ്റ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നോക്കൂ, ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ള ഈ ടൈം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ടൈം ഇനി H2 നമ്മള് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? H2ഉം OUമായിട്ടാണോ സ്പ്ലിറ്റ് ചെയ്യുക? അല്ല, H+ഉം OH- ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു H+ ഇങ്ങോട്ടും അടുത്ത OH- ഇങ്ങോട്ടും വരും. ഇനിയിപ്പോ ഡൗട്ട് തോന്നണ്ട, എന്തേ ഈ H+ ഇപ്പുറത്ത് വന്നൂടെ എന്നുള്ളൊരു ഡൗട്ട് തോന്നണ്ട. എവിടെ വേണമെങ്കിലും വരാം, കുഴപ്പമില്ല. രണ്ടും കൂടെ ഒരു ഭാഗത്ത് വരാതിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്ന? ഈ ടൈമിലേക്ക് ഒരു CHല് Hഉം അടുത്തതില് ആര് പോയി? OH പോയി. ഇതുവരെ ഓക്കെ അല്ലേ? അങ്ങനെ ആവുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? CH2 അല്ലേ. CH2 ഡബിൾ ബോണ്ട് CHOH ഇങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലേ? നോക്കിയേ, കറക്റ്റ് അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്ട്രാ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് H2O കേട്ടോ. H2O എന്ത് ചെയ്യുന്നു? എക്സസ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് CH3CHO എന്നുള്ളതായിട്ടാണ് മാറുന്നത്. ഓക്കെ, CH3CHO അതെങ്ങനെയാ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഒരു പ്രത്യേകത, അതായത് ഞാനിപ്പോ എഴുതിയിട്ടുള്ള കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു റെസൊണൻസ് പോസിബിൾ ആണ്. ആക്ച്വലി ഒരു റെസൊണൻസ് അവർക്ക് പോസിബിൾ ആണ്. അതെങ്ങനെയാണ് ആ റിയാക്ഷൻ എന്ന് പറഞ്ഞുതരാം. ഇവിടെ Oയും Hഉം ആണ് ഉള്ളത്. സോ ഇവിടത്തെ H+ എന്ന് പറയുന്നത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. H+ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ കിട്ടിയോ? ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇത്രയും ഷിഫ്റ്റ് നടന്നു. അതിനുശേഷമുള്ള കോമ്പൗണ്ട് ഒന്ന് നോക്കിക്കേ, CH3CH ഡബിൾ ബോണ്ട് O. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ എഴുതിയത് കറക്റ്റ് അല്ലേ? നോക്കൂ, ആ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, H അങ്ങോട്ടും പോയി. CH3CH ഡബിൾ ബോണ്ട് O. അയാളല്ലേ ഇവിടെ കിടക്കുന്നത് CH3CHO എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ പേരെന്താ? അസറ്റാൽഡിഹൈഡ്. ഒരു CH3 മാത്രം വരുമ്പോൾ നമ്മൾ അതിനെ അസറ്റ് എന്ന് വിളിക്കും. സോ അസറ്റാൽഡിഹൈഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതേ സമയം അതേപോലെ തന്നെയാണ് നെക്സ്റ്റ്
പ്രൊപ്പൈനിലും ഇതേപോലെയാണ് വരുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് അസറ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തല പുകഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട. ഇവിടെ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഈ ഭാഗത്തുണ്ട്, അത് ആലോചിക്കുക. അതേപോലെ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 3 എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. എത്ര എണ്ണമാണ് റിയാക്ടന്റിലുള്ളത് അത്രയും എണ്ണ എവിടെയുണ്ട്? പ്രൊഡക്റ്റിനകത്തുണ്ട്. അത് ആദ്യം ആലോചിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആൽക്കൈൻ ഒരു ആൽക്കൈൻ എടുത്തു കഴിഞ്ഞാല് അവിടെ ഡീഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ആൽഡിഹൈഡോ കീറ്റോണോ ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് മാത്രം ഓർത്തു വെച്ചാൽ മതി നിങ്ങൾ. അപ്പൊ ഈ കൈൻ ആണെങ്കിൽ ആൽഡിഹൈഡും പ്രൊപ്പൈൻ ആണെങ്കിൽ അത് അസറ്റോൺ, അതായത് ഒരു കീറ്റോണും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ആൽഡിഹൈഡും ഉണ്ടായിരുന്നു, അതിനകത്ത് കീറ്റോണും ഉണ്ടായിരുന്നു. നമ്മളതല്ലേ പറഞ്ഞത് പ്രിപ്പറേഷൻ ഓഫ് ബോത്ത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ് നമ്മൾ ഓരോ റിയാക്ഷന്റെ കേസ് 3 എണ്ണം പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. തനിയ ആൽഡിഹൈഡ് ഒറ്റയ്ക്ക് ഉണ്ടാവുക, കീറ്റോണിനെ കൂട്ടുന്നില്ല. അത് ഞാൻ ഇനി സ്വന്തമായിട്ട് ഉണ്ടാവട്ടെ എന്നാ പറയുന്നത് കേട്ടോ. നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വണ്ണാണ് റോസൻമൺ റിഡക്ഷൻ. ഇവിടെ എന്ത് വന്നു? യെസ്, നെയിംഡ് റിയാക്ഷൻ വന്നിട്ടുണ്ട്. ആലോചിക്കണം, നെയിംഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആലോചിക്കുക എന്താണ്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഓക്കെ. സോ ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കുക റോസൻമൺ റിഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫ്രം അസൈൽ ക്ലോറൈഡ്. അസൈൽ ക്ലോറൈഡ് എന്നാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ അസൈൽ ക്ലോറൈഡ് എങ്ങനെ ഉണ്ടാവുക? COCl ആണ് അസൈൽ എന്ന് പറയുന്നത്. അസൈൽ ഗ്രൂപ്പ് COCl ആണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? H2 ആഡ് ചെയ്യാണ്. ആരെ ആഡ് ചെയ്തു? നമ്മള് H2 കൊണ്ടുപോയി. H2 നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ. ഇൻ പ്രസൻസ് ഓഫ് ആരാ? പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ്. ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ്. ഓക്കെ. ഇനി ഈ പലേഡിയം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എച്ചിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ഈ പലേഡിയം ഉപയോഗിക്കുന്നത് കേട്ടോ. പക്ഷെ ബേരിയം സൾഫേറ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ് ആള്. ഓക്കെ. നെഗറ്റീവ് കാറ്റലിസ്റ്റ്. എന്താ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു പോയിസൺ എന്നൊക്കെ വിളിക്കാം അതിനെ. അതായത് ഒരു നടത്തുന്ന പ്രോസസ്സ്, ഈ പലേഡിയം നടത്തുന്ന പ്രോസസ്സിനെ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് അർത്ഥമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്തിനാ ഈ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ RCOCl അല്ലേ നമ്മൾ പറഞ്ഞേ? RCOCl. ഇതില് ബേരിയം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ CL മാറ്റിയിട്ട് ഇവിടെ ആരെയാക്കി മാറ്റുകയാണ്? ഇവിടെ H ആക്കി മാറ്റുകയാണ്. അതാണ് നമ്മുടെ ബേരിയം ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി പലേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേരിയത്തിന് ടെൻഡൻസിയും കൂടി ഉണ്ട്, ഈ C∪ONയും കൂടെ മാറ്റാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ബേരിയം സൾഫേറ്റ് എന്ത് ചെയ്യും? അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്ക് ഈ ഇത് മാറണോ? C∪Bond മാറരുതല്ലോ, അതുകൊണ്ട് കേട്ടോ. ഓക്കെ. സോ ഇവിടെ നോക്കിക്കേ, അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അവസാനം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? R RCHO പ്ലസ് HCl ആണ് കിട്ടുന്നത് കേട്ടോ. RCHO. ഇത്രയേ ഉള്ളൂ. റോസൻമൺ റിഡക്ഷൻ എന്ന് പറയുന്നത് ആസിഡ് ക്ലോറൈഡ് ആണ് എടുക്കുന്നതാണ് ആദ്യം ആലോചിക്കേണ്ടത്. റോസില് ആസിഡ് വീണു അങ്ങനെയൊക്കെ ആലോചിക്കുക, എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക കേട്ടോ. കാരണം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ എന്തിനാ ഇങ്ങനെ ആലോചിക്കണമെന്ന് വിചാരിക്കും. അത് നമ്മൾ പഠിച്ചു തുടങ്ങിയ ഒരാൾക്ക് ആലോചിക്കില്ല. ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം +2 ഒരുപാട് ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഓരോ റിയാക്ഷനകത്തും ഓരോ റീജന്റ് ആണുള്ളത്. ഓക്കെ. ഈ എല്ലാ റീജന്റും എല്ലാ റിയാക്ഷനകത്തും ഉപയോഗിക്കാനായിട്ട് പറ്റൂല. അപ്പൊ ഓരോ റിയാക്ഷന്റെയും റീജന്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് അത്രയും പഠിച്ച് നമ്മൾ യൂസ്ഡ് ആയിട്ട് മാറണം. അല്ലാത്ത പക്ഷം നമ്മൾ എന്തെങ്കിലും ഒരു സ്മാർട്ട് വർക്ക് നമ്മൾ ചെയ്തിരിക്കണം. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കിലാണ് പ്രാധാന്യം, നമുക്കറിയാമല്ലോ. സോ എന്തെങ്കിലും ഒരു സ്മാർട്ട് വർക്ക്, എങ്ങനെയെങ്കിലും അതൊന്ന് ഓർത്തിരിക്കാനുള്ള ഒരു സ്മാർട്ട് വർക്ക് നിങ്ങൾ ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ റോസ് ആണ്. അപ്പൊ റോസിൽ ആസിഡ് വീണെന്ന് ആലോചിക്കുക. സോ ആസിഡ് ക്ലോറൈഡ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ആസിഡ് ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു? H+H2 അതുപോലെ പലേഡിയം ബാരിയം സൾഫേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും കേട്ടോ. അപ്പൊ അതിന്റെ അരോമാറ്റിക് ക്വസ്റ്റൻ ആണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആണ് നൈട്രൈൽ ആൻഡ് എസ്റ്റേഴ്സ്. നൈട്രൈലിൽ നിന്നും എസ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ഇതുപോലെ ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്ത് എടുക്കാം. അതെങ്ങനെയാന്ന് നോക്കാം. ഒന്നാമത്തെയാണ് സ്റ്റീഫൻ റിഡക്ഷൻ. ഇതിന് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. സ്റ്റീഫൻ റിഡക്ഷൻ ആണ്. ഇയാളും നെയിം റിയാക്ഷൻ ആണ്. സോ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്.
ഇപ്പൊ സ്റ്റീഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, സ്റ്റീഫൻ, എൻ എല്ലാം ഒരുപോലെ ഇല്ലേ? CN ആണോ? ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ്? സ്റ്റീഫൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റ് എടുത്താലും മതി. സ്റ്റീഫൻ, SN, CN, ഇങ്ങനെ ആലോചിക്കുക. സ്റ്റീഫൻ, SN, CN. ഇനി നമുക്ക് ആ റിയാക്ഷനിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ ഈ മിസ് പറയാനെന്ന്. ഓക്കെ, സ്റ്റീഫൻ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്നത് നൈട്രൈലാണ്, RCN, ഒരു സയനൈഡ് ഗ്രൂപ്പ് കേട്ടോ, RCN. അതാണ് ഈ CN കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത ഞാൻ SN പറഞ്ഞിരുന്നു. SN പറഞ്ഞ ഈ SN ആണ് ഉദ്ദേശിച്ചത്, അതിന്റെ റിയേജന്റാ. അതായത് SnCl2 ബാർ HCl, അങ്ങനെ പറയാം. SnCl2 ബാർ HCl. കിട്ടിയോ? അപ്പൊ ആരൊക്കെയാണ് സ്റ്റീഫൻ റിഡക്ഷനിൽ ആരൊക്കെയുണ്ട്? RCN, നമ്മുടെ CN ഉണ്ട്, അത് കഴിഞ്ഞാൽ SN അല്ലേ? അപ്പൊ SnCl2 ബാർ HCl. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുക്കുക. ഇതാണ് നമ്മുടെ റിയേജൻസ്, ഇവര് രണ്ടുപേരാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ എടുക്കാൻ നേരത്ത് നമുക്ക് എന്ത് ഫോം ചെയ്യും? ഒരു ഇമീൻ ഫോം ചെയ്യും. അതാണ് ഡബിൾ ബോണ്ട് NH എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെ പിന്നീട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ആൽഡിഹൈഡ് കിട്ടും. ഓക്കെ, ഇപ്പൊ സ്റ്റീഫൻ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCN ഉണ്ട്, SN ഉണ്ട് എന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണെങ്കിൽ നൈട്രൈൽസിന്റെ കേസ്. നെക്സ്റ്റ് വൺ, ഈ സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിയേജന്റ് ഉപയോഗിച്ചാൽ മാത്രമേ അതിനെ സ്റ്റീഫൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം നമുക്ക് അതിനെ സ്റ്റീഫൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ഒരു റിയേജന്റ് ആണ് ഡിബാൾ H എന്ന് പറയുന്നത്. ഡിബാൾ H. ഓക്കെ, ഡിബാൾ H എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൂടുതൽ എഴുതുക, ബിക്കോസ് അത് അബ്രിവേഷൻ ആണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇതാണ്, ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് കേട്ടോ. അപ്പൊ ഇയാൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഡബിൾ ബോണ്ടിനെ ബാധിക്കില്ല. ഓക്കെ, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനൊന്നും എന്ത് ചെയ്യില്ല, ബ്രേക്ക് ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഇരിക്കുന്ന പാട്ടിൽ അവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ റിയാക്ഷൻ നടത്തിക്കോളാം, ബാക്കി റിയാക്ഷൻ നടത്തിക്കോളാം എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് നമ്മുടെ ഡിബാൾ H എന്നുള്ളത്. അപ്പൊ നോക്കൂ, അതിന് എക്സാമ്പിൾ നോക്കൂ, ഇവിടെ കണ്ടോ? ഇതൊരു ആൽക്കീൻ അല്ലേ? ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ സൈനൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഡിബാൾ H നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് H2O ആഡ് ചെയ്തു. അപ്പൊ നോക്കൂ, എന്തായി മാറി? ഈ CN എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തായി? അതെ, CHO എന്നായിട്ട് മാറി. പക്ഷെ അവിടെയുള്ള ഡബിൾ ബോണ്ടിന് നല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. ആ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? അതേപോലെ റീറ്റെയിൻ ചെയ്ത് പ്രൊഡക്റ്റിലും വരും. ഓക്കെ, ഇതാണ് ഡിബാൾ Hന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എസ്റ്ററുകളും എന്ത് ചെയ്യും? ഇതേപോലെ ഡിബാൾ Hന്റെ പ്രസൻസിൽ ആൽഡിഹൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പറയുന്നത് എസ്റ്റർ. എസ്റ്ററിന്റെ ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് അറിയാമല്ലോ? RCOOR-. COO, ഇതാണ് എസ്റ്റർ കേട്ടോ. ഓക്കെ, ഇയാള് ഡിബാൾ H വരുന്ന സമയത്ത് ഇവിടെ എന്തായി മാറും? CHO ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് ബൈ ഓക്സിഡേഷൻ ഓഫ് മീഥൈൽ ബെൻസീൻ. മീഥൈൽ ബെൻസീന്റെ ഓക്സിഡേഷൻ ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ആദ്യത്തെയാണ് എട്ടാഡ് റിയാക്ഷൻ. അതെന്താ, ഇമ്പോർട്ടന്റ് ആണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. അതെ, നെയിം റിയാക്ഷൻ ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആ. എട്ടാഡ് ക്രോമൈൽ ക്ലോറൈഡ്, ആലോചിക്കേണ്ട കാര്യം, ബിക്കോസ് അതിന്റെ റിയേജന്റ് അതാ. ക്രോമൈൽ ക്ലോറൈഡ് എട്ടാഡ്, ക്രോമൈൽ ക്ലോറൈഡ് എട്ടാഡ്, 2 തവണ പറഞ്ഞു നോക്കുക കേട്ടോ. നമ്മളിവിടെ എടുക്കുന്നത് ടൊളുവിനാ, ടൊളുവിനാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ക്രോമൈൽ ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നു, CrO2Cl2 ഇൻ പ്രസൻസ് ഓഫ് CS2, കാർബൺ ഡൈസൾഫൈഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കോംപ്ലക്സ് ആണ് കിട്ടുന്നത്. അതായത് CrO2Cl2 കൂടെ എന്ത് ചെയ്യും? ഈ CH3ന്റെ കൂടെ അങ്ങ് ചേരും, എന്നിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ദെൻ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അവർ അങ്ങനെ മാറി എന്ത് ചെയ്യും? CHO ആയിട്ട് മാറും, ബെൻസാൽഡിഹൈഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇതാണ് എട്ടാഡ് റിയാക്ഷൻ. ഓർത്ത് വെച്ച്, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ആണ് ബൈ സൈഡ് ചെയിൻ ഫ്ലോറിനേഷൻ. ഓക്കെ, അതായത് ബെൻസാൽഡിഹൈഡിന്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന ഒരു റിയാക്ഷൻ ആണത്. മനസ്സിലായോ? സോ നോക്കൂ, ഇവിടെ എടുക്കുന്നത് ആര് തന്നെയാ? ടോളുവിനാ. എന്താ ഈ ടോളുവിൻ? ബെൻസീൻ റിങ്ങിനകത്ത് CH3 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് വിളിക്കുന്നതാണ് ടോളുവിൻ. ഓക്കെ, ഇതിലെന്ത് സൈഡ് ചെയിൻ ഫ്ലോറിനേഷൻ അല്ലേ? സോ ഫ്ലോറിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ആഡ് ചെയ്യുന്ന? ഫ്ലോറിന്.
അല്ലേ? സൈഡ് ചെയിൻ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഒന്നിനും ലൈറ്റിന്റെ പ്രസൻസിലാണ് പ്രത്യേക സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യാറ്. സോ Cl2 bar H nu ചെയ്യുമ്പോൾ നമുക്ക് CHCl2 വരും. ഇതിനെ നമ്മൾ ബെൻസാൽ ക്ലോറൈഡ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് പിന്നെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ബെൻസാൽഡിഹൈഡ്. നമുക്കതിനെ ബെൻസാൽഡിഹൈഡ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് ബൈ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ. നെക്സ്റ്റ് ആണ് ബൈ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗെറ്റർമാൻ കോച്ച് എന്ന് പറയുന്നത് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? യെസ്, ബെൻസീൻ എടുക്കുക. ബെൻസീൻ ബെൻസീന്റെ കൂട്ടത്തിൽ നമ്മൾ ആരെ എടുക്കണം? റിയേജന്റുകൾ ആരാ നോക്കൂ. നോക്കൂ, ഗട്ടർമാൻ കോച്ച് എന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ചിരി വരും ട്രിക്ക് പറഞ്ഞാൽ, എനിക്കറിയാം. സ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ ഏത് ട്രിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഗട്ടർമാൻ കോച്ച് എന്നല്ലേ, കോച്ച്. നമുക്കതിന് ഇങ്ങനെ വിളിക്കാം, COH, കോച്ച്. കോഹാണത്, കോച്ച്. അപ്പൊ അങ്ങനെ ആലോചിക്കാം, കോ. അതായത് CO bar HCl ആണ് കേട്ടോ. CO bar HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് എന്ത് അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കോപ്പർ ക്ലോറൈഡ്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടും. ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. നമുക്ക് എന്ത് വേണമെങ്കിലും വായിക്കാം, കോച്ചിനോ കൊച്ചിനോ എന്ത് വേണമെങ്കിലും വായിച്ചോളൂ, കോഫിനോ എന്ത് വേണമെങ്കിലും വായിച്ചോളൂ കേട്ടോ. അതിന്റെ റിയേജന്റ് മാത്രം മറക്കരുത്, COHCl ആണ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കോപ്പർ ക്ലോറൈഡ്. നെക്സ്റ്റ് ആണ് നമ്മളിപ്പോ ആൽഡിഹൈഡ് ഒറ്റയ്ക്കുള്ളത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി നമ്മളാണ് ഏതാ പറയാൻ പോകുന്നത്? കീറ്റോൺസ്. യെസ്, കീറ്റോൺസിന്റെ കേസ്. അതായത് കീറ്റോൺ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രം അസൈൽ ക്ലോറൈഡ് ആണ്. ഫ്രം ഏതാണ്? അസൈൽ ക്ലോറൈഡ് കേട്ടോ. അസൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നോക്കൂ, നമ്മൾ ആദ്യം എടുക്കുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ്. നമ്മൾ എന്ത് എടുക്കുന്നു? യെസ്, ഗ്രിഗ്നാർഡ് റിയേജന്റ് കേട്ടോ. സോ RMgX ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അതിലേക്ക് നമ്മൾ ഡൈക്ലോറോ കാഡ്മിയം കണ്ടോ, CdCl2 അവർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൈ ആൽക്കൈൽ കാഡ്മിയം ഉണ്ടാവും. ഡൈ ആൽക്കൈൽ, യെസ്, കാഡ്മിയം ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫെർദർ റിയാക്ഷൻ നടത്തുന്നത്. നോക്കൂ, രണ്ടാമത്തെ സ്റ്റെപ്പ് അസൈൽ ക്ലോറൈഡ് ആണിത്. ഓക്കെ, അസൈൽ ക്ലോറൈഡിന്റെ കൂടെ ഡൈ ആൽക്കൈൽ ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഡൈ ആൽക്കൈൽ കാഡ്മിയം, ക്ലോറൈഡ് അല്ല, കാഡ്മിയം നമ്മൾ ആഡ് ചെയ്യുന്നു. കണ്ടോ? അന്നേരം നമുക്ക് എന്ത് കിട്ടുന്നു? CO ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ടാണ് കിട്ടുന്നത്. അതേതാണ്? യെസ്, ഒരു കീറ്റോൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഒരു കീറ്റോൺ. നെക്സ്റ്റ് നോക്കൂ, ഫ്രം നൈട്രൈൽ. നമ്മൾ നൈട്രൈൽ അവിടെ പറഞ്ഞിരുന്നു, CNന്റെ കേസിൽ പറഞ്ഞിരുന്നു, സ്റ്റീഫൻ റിഡക്ഷൻ ഒക്കെ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആഡ് ചെയ്യുന്നത് CH3MgBr. ഓക്കെ, CH3MgBr ആണ്. ഈതറിന്റെ പ്രസൻസിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു കോംപ്ലക്സ് കിട്ടുന്നുണ്ട്. അതിനെ ഫെർദർ ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു കീറ്റോൺ ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് കേട്ടോ, ഒരു കീറ്റോൺ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫ്രീഡൽ ക്രാക്സ് അസൈലേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കൂ. ബെൻസീൻ എടുത്തു, RCOCl അസൈൽ ഗ്രൂപ്പ് എടുത്തു, അൺഹൈഡ്രസ് AlCl. ഫ്രീഡൽ ക്രാക്സ് എല്ലാവരും ഒരേപോലെ തന്നെ റിയേജൻസ് എല്ലാം വരിക കേട്ടോ, അൺഹൈഡ്രസ് AlCl. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ബെൻസീനകത്ത് C∪Oയും ഒരു ഗ്രൂപ്പ് ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കീറ്റോൺസിന്റെ പ്രിപ്പറേഷന്റെ ഐഡിയാസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് ഇതിന്റെ ഫിസിക്കൽ പ്രിപ്പറേഷൻ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അതായത് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് പറഞ്ഞത് നമ്മള്. അത് കഴിഞ്ഞ് ഓരോന്നും എങ്ങനെയാ ഒറ്റയ്ക്ക് എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പ്രിപ്പറേഷൻ എൻഡ് ആയിട്ടുണ്ട്. നൗ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആ പറയുന്നത്, ആൽഡിഹൈഡിനെയും കീറ്റോണിന്റെയും കൂടെ ചേർത്ത് പിടിച്ച്. ഫസ്റ്റ് വൺ ആണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണിനേക്കാളും അതുപോലെ തന്നെ ഈതറിനേക്കാളും ഹയർ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കിക്കോളൂ, ഈതർ,
ഹൈഡ്രോ കാർബൺ. ഇതിനേക്കാളും വലുതാണ് ആരുടെ ബോയിലിംഗ് പോയിന്റ്? ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാ അത്? കാരണം എന്താ? ആ അതെ, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് ആണ്. ഇവര് തമ്മിലുള്ള എന്താണ്? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് ആണ് ഇതിനകത്ത് കാരണം. മനസ്സിലായോ? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് കാരണം അവിടെ ഒരു വീക്ക് മോളിക്കുലർ അസോസിയേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. ലോവർ ദാൻ ദോസ് ഓഫ് ആൽക്കഹോൾസ് ഓഫ് സിമിലർ മോളിക്കുലർ മാസസ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അതായത് ആൽക്കഹോൾസിനേക്കാളും ലോവർ ആയിരിക്കും ഇവർക്ക്. അതായത് ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ, അതായത് ആൽക്കഹോൾസിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. അതായത് നമ്മളിപ്പോ മോളിക്കുലർ മാസ് കമ്പയറബിൾ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ആൽഡിഹൈഡ് എടുത്തു, ഒരു കീറ്റോൺ എടുത്തു, ഒരു ഈഥർ എടുത്തു, ഒരു ആൽക്കഹോൾ എടുത്തു. ഇതിന്റെ എല്ലാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 200-250 ഇടയിലാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ആൽക്കഹോളിനായിരിക്കും. ഓർത്ത് വെക്കുക, ആർക്കാണ്? ആൽക്കഹോൾ. അത് കഴിഞ്ഞ് കൂടുതൽ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ, അതിന്റെ അവസാനമാണ് ഹൈഡ്രോ കാർബൺസും ഈതേഴ്സും വരിക എന്നാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ആണ് സോലിബിലിറ്റി എന്ന് പറയുന്നത്. ലോ മെമ്പേഴ്സ്, അതായത് കാർബണിന്റെ എണ്ണം കുറവുള്ള മെമ്പേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരെല്ലാം വാട്ടറിലും വിസിബിൾ ആണ്. എന്തുകൊണ്ടാ? വാട്ടറിലും വിസിബിൾ എന്ന് പറഞ്ഞാൽ അപ്പൊ പറയണം എന്ത്? അതെ, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വാട്ടറുമായിട്ട് അവരെന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിസിബിൾ ഇൻ വാട്ടർ ആണ് കേട്ടോ. ഇനി അതേസമയം ചെയിനിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സോളിബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതങ്ങനെ തന്നെയല്ലേ? അല്ലേ? ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ് അല്ലെ? വലിയ കാര്യങ്ങൾ വരുന്ന സമയത്ത്, വലിയ സാധനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? അതെ, സോൾബിൾ ആവാൻ ബുദ്ധിമുട്ടാണല്ലോ. അതേപോലെ തന്നെയാണ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സോൾബിലിറ്റി എന്ത് ചെയ്യും? യെസ്, ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ സ്റ്റേറ്റ്. ഫിസിക്കൽ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടി, വൺ ഓഫ് ദ പ്രോപ്പർട്ടി തന്നെയാണ്. മെത്തനോള്. എന്താ മെത്തനോളിന്റെ വേറെ പേരെന്ന് പറഞ്ഞേ? മെത്തനോളിന്റെ വേറെ പേര്? ഓർമ്മ വന്നോ? ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. അതായത് ഓരോന്നും നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ പകുതിയും പഠിച്ചു പോവാം കേട്ടോ. മെത്തനോളിന്റെ വേറെ പേര് ഏതാ? യെസ്, ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് ഓർമ്മ വന്നല്ലോ? വെരി ഗുഡ്. ഇപ്പൊ മെത്തനാൾഡിഹൈഡ്, സോറി, മെത്തനാളിന്റെ വേറെ പേരാണ് ഫോർമാൽഡിഹൈഡ്. അപ്പൊ ഫോർമാൽഡിഹൈഡ് ഇസ് ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ അത് ആരാ? യെസ്, ഗ്യാസ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി എത്തനാളും എസറ്റോണും ആണെന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡ്സ് ആണ്, വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. അതൊരു ആൽഡിഹൈഡും കീറ്റോണും ലിക്വിഡും ആവാം സോളിഡും ആവാം അറ്റ് റൂം ടെമ്പറേച്ചർ. ഇതാണ് ഇവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് കാർബോണിൽ ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്ലൈഡ് ആണ്, സ്ട്രക്ചർ ഓഫ് കാർബോണിൽ ഗ്രൂപ്പ്. നമ്മൾ എന്താണ് കാർബോണിൽ ഗ്രൂപ്പ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? എന്താണ് കാർബോണിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? യെസ്, അതായത് ആ ഡബിൾ ബോണ്ട് ഒ, സി ഡബിൾ ബോണ്ട് ഒ വരുന്നിടത്താണ് കാർബോണിൽ ഗ്രൂപ്പ് അവിടെ ഉള്ളത് അല്ലെ? സി ഡബിൾ ബോണ്ട് ഒ വരുന്നിടത്താണ് കാർബോണിൽ ഗ്രൂപ്പ് ഉള്ളത്. ഇനി ആ കാർബണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്ക്, ഇതാണ് അതിന്റെ ആ ഒരു വരയ്ക്കുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ് അവിടെ ഉള്ളത്. sp2 ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? കാർബണിനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ sp2 ആണ്. അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, ഇനി ഇവിടെ എന്ത് വരുന്നുണ്ട്? 3 സിഗ്മ ബോണ്ട് ആണ് വരുന്നത്. എവിടെ 3 സിഗ്മ ബോണ്ട് എന്ന് കാണിച്ചു തന്നെ. 3 സിഗ്മ ബോണ്ട് എവിടെയൊക്കെയാ വരുന്നത്? ഓക്കെ, നിങ്ങൾ പറയും ഫസ്റ്റിൽ ഈ ഒരു കാർബൺ പറയും, സെക്കൻഡിൽ ഈ ഒരു സിംഗിൾ ബോണ്ട് പറയും. ഇത് കഴിഞ്ഞ് എവിടെയാ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരെണ്ണം സിഗ്മയും ഒന്ന് പൈ ബോണ്ടും ആണ് കേട്ടോ. അങ്ങനെ ആലോചിച്ച് വെക്കുക. ഡബിൾ ബോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈ ബോണ്ടാ. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരെണ്ണം സിഗ്മയും 2 പൈയും ആണ് വരിക കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പറഞ്ഞ് മനസ്സിലായി വിചാരിക്കണോ? നമുക്ക് ഇവിടെ എന്താണ്? അതെ, 3 സിഗ്മ ബോണ്ട് അവിടെ വന്നിട്ടുണ്ട് അല്ലെ? 3 സിഗ്മ ബോണ്ട് ആണ് അവിടെ വന്നിട്ടുള്ളത്.
ഒരു മിനിറ്റ് ജസ്റ്റ് ബാക്ക് ആയി പോകുന്ന. ഓക്കെ, സോ 3 സിഗ്മ ബോണ്ട് അവിടെ വന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ കണ്ടു sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് കാർബൺ, അതുപോലെ 3 സിഗ്മ ബോണ്ട് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ 4th വാലൻസ് ഓഫ് കാർബൺ ഫോംസ് എ പൈ ബോണ്ട് വിത്ത് ഓക്സിജൻ അല്ലെ? 4ാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് ആരുമായിട്ട്? ഓക്സിജനുമായിട്ട് ഒരു പൈ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ബോണ്ടിൽ ഒന്ന് സിഗ്മയും ഒന്ന് പൈയും എന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ ഇവിടെ കേട്ടോ. ദി ഓക്സിജൻ ആറ്റം ഹാസ് 2 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ പെയർസ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? ഓക്സിജന്റെ കേസാണ്. ഓക്സിജനിലെ ലോൺ പെയർ ഉണ്ടെന്ന് അറിയാലോ. അതെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെ. സോ 2 പെയർ ഉണ്ട് അവിടെ, 2 നോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത 2 ഇലക്ട്രോൺ പെയർസ് ആർക്കുണ്ട്? ഓക്സിജൻ ഉണ്ട് കേട്ടോ. അത്രേ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ദ കാർബണിൽ കാർബൺ ആൻഡ് ദ 3 ആറ്റംസ്. കാർബണിൽ കാർബണും ബാക്കി 3 ആറ്റംസും സെയിം പ്ലെയിനിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സെയിം പ്ലെയിനിലാണ് അവർ ലൈ ചെയ്യുന്നത്. ആൻഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് എബവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ. പ്ലെയിനിന്റെ മുകളിലും താഴെയായിട്ടാണ് ആ പൈ ഇലക്ട്രോൺ ക്ലൗഡ് വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ബോണ്ട് ആംഗിൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് 120 ആണ് വരുന്നത്. ഓക്കെ, ഇനി കാർബണിൽ കാർബൺ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫിലിക് ആയിട്ടുള്ള എലമെന്റ് ആണ് കേട്ടോ. കാർബണിൽ കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോഫിലിക് ക്യാരക്ടർ ആണ് ഷോ ചെയ്യുന്നത്. ബിക്കോസ് അത് ലൂയിസ് ആസിഡ് ആണ്. ഇലക്ട്രോഫിലിക് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ നോക്കൂ. അതായത് ഈ ബോണ്ട് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഓക്സിജന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? കാർബണിൽ കാർബണിന് പോസിറ്റീവ് ചാർജും യെസ് ഓക്സിജന് നെഗറ്റീവ് ചാർജും വരും അല്ലേ? അതെ അപ്പൊ അതുകൊണ്ട് അത് ഇലക്ട്രോഫിലിക് ആണെന്ന് പറയാം. അടുത്തത് ദ ഹൈ പോളാരിറ്റി ഓഫ് കാർബണിൽ ഗ്രൂപ്പ് ഈസ് എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റെസണൻസ്. അപ്പൊ റെസണൻസ് എന്നതിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, ആ ഒരു തിയറിയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാർബണിൽ ഗ്രൂപ്പിന്റെ ഹൈ പോളാരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നു. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം അറിയുന്നുണ്ട്. സിക്ക് പോസിറ്റീവ് ചാർജും ഓയ്ക്ക് ഇവിടെ എന്താ വരുന്നത്? യെസ്, നെഗറ്റീവ് ചാർജുമാണ് അവിടെ വരുന്നത്. കിട്ടിയില്ലേ അത്യാവശ്യം? ഇതാണ് കാർബണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം ഫൈനൈറ്റ് ഒരു പ്രിസൈസ് ആയിട്ടാണ് നമ്മൾ ഓരോന്നും പഠിപ്പിക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ സ്ട്രക്ചർ ഓഫ് കാർബൺ ക്ലിയർ ആയി വിചാരിക്കും. നമ്മൾ ഏകദേശം അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ റിയാക്ഷൻസ് കുറച്ച് അധികം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മെയിൻ റിയാക്ഷൻസ് എളുപ്പമുള്ള കുറച്ച് എണ്ണമാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് പഠിക്കാനായിട്ട് നോക്കുക. ഗെറ്റർമാൻ കോച്ച് ആണ്, ഒന്ന് റീകളക്ട് ചെയ്യൂ. ഗെറ്റർമാൻ കോച്ച്, അപ്പൊ കോച്ച്, അതുകൊണ്ട് CO HCl അല്ലെ? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ബെൻസീൻ എന്തായി മാറുന്നു? ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. അടുത്തത് സ്റ്റീഫൻ. അപ്പൊ ആരെയൊക്കെ ഓർക്കണം? ആലോചിച്ചേ, സ്റ്റീഫൻ. സ്റ്റീഫൻ പറയുമ്പോ അതെ CnSn ഇതിനെയാണ് ഓർക്കേണ്ടത്. CN പറയുമ്പോൾ RCN എന്ന് പറയുന്ന ഗ്രൂപ്പ് പ്ലസ് SnCl2 ബാർ HCl. ഇതാണ് നമ്മുടെ റിയേജൻസ്. നൈട്രൈൽ ഗ്രൂപ്പ് അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നുണ്ട്. നോക്കൂ, മാനുഫാക്ചറിങ് ഓഫ് ബെൻസാൽഡിഹൈഡ് നോക്ക്. എട്ടാഡ് റിയാക്ഷൻ. എട്ടാഡ് പറയുമ്പോൾ ക്രോമൈൽ ക്ലോറൈഡ് ആണ് വരുന്നത് കേട്ടോ. റോസൻമൺ സ്റ്റീഫൻ നമ്മൾ എന്താ പറഞ്ഞ? ആൽഡിഹൈഡ്. അങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആണ്. നെക്സ്റ്റ് ഡിബാലെച്ചിന്റെ കേസിൽ അവരുടെ പ്രത്യേകത എന്തായിരുന്നു? ഡബിൾ ബോണ്ടിനെ ഒരിക്കലും റിയാക്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ. അടുത്തത് എന്താ? റോസില് ആസിഡ് വീണു എന്നല്ലേ പറഞ്ഞേ? അപ്പൊ എന്താ? ആസിഡ് ക്ലോറൈഡ്സിന് നമ്മൾ എടുക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ, അതുപോലെ പലേഡിയം, ബേരിയം സൾഫേറ്റ്. ഓക്കെ, ഓസോണലിസിസ് എളുപ്പമല്ലേ? വീട് വരയ്ക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ദെൻ ഹൈഡ്രേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, അതുപോലെ ഓക്സിഡേഷൻ പറഞ്ഞു. ശ്രദ്ധിക്കുക, പ്രൈമറി ആണെങ്കിൽ ആൽഡിഹൈഡ്സും സെക്കൻഡറി ആണെങ്കിൽ കീറ്റോൺ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നോമൻക്ലേച്ചറും മറ്റുമാണ് പറഞ്ഞത്. ഓക്കെ അല്ലെ? അത്യാവശ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കാം. സോ ദാറ്റ് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ നന്നായിട്ട് പഠിക്കാനായിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.